അത് ഷഹീദ ബദറ, ഹാത്തിബ് ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ ബദറിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ശ്രേഷ്ഠതയാണ്. കാരണം മുസ്ലിം സൈന്യത്തിന് അത്രക്കും സഹായം ആവശ്യമുള്ള ഒരു സമയമാണ് ബദറിന്റെ സമയം എന്ന് പറയുന്നത്, അനിവാര്യമായ ഘട്ടം. അപ്പൊ ആ സൈന്യത്തിൽ പങ്കെടുത്ത സഹാബിമാർക്ക് ബാക്കിയുള്ള സഹാബിമാരെക്കാളും ശ്രേഷ്ഠത ഉണ്ട്. പിന്നെ ആദ്യം ഇസ്ലാമിലേക്ക് വന്നവർക്ക് പിന്നെ വന്നവരെക്കാളും ശ്രേഷ്ഠത ഉണ്ട് എന്നതുമാണ് വിഷയം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഉസൂലു സുന്ന എന്ന കിതാബില് സഹാബിമാരെ പറ്റി പറയുന്ന ഭാഗം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു സെന്റൻസ് നമുക്ക് കേൾക്കാം. കുല്ലു മൻ സഹിബഹു സനതൻ ഔ ശഹ്റൻ ഔ യൗമൻ ഔ സഅതൻ ഔ റആഹു ഫഹുവ മിൻ അസ്ഹാബിഹി. ഒരു വർഷം നബിയുടെ കൂടെ കഴിഞ്ഞവർ, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞവർ, ഒരു ദിവസം കഴിഞ്ഞവർ, ഇനി ഒരു നിമിഷമാണ് കഴിഞ്ഞത് എങ്കിലും അവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പെട്ട ആൾക്കാരാണ്. ആ ഒരു നിമിഷം നബിന്റെ കൂടെ കഴിഞ്ഞ ഒരാളും ശേഷം നബിന്റെ കൂടെ കഴിയാൻ പറ്റാതെ താബിയായിട്ട് വന്നിട്ടുള്ള ഒരാളും, അയാൾ 100 വർഷം ജീവിച്ചു എന്ന് വിചാരിക്കുക. ഒരു താബിയായി അള്ളാഹുവിന് ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് 100 വർഷം ജീവിച്ചു. നബിന്റെ കൂടെ ഒരുമിച്ച് ചേർന്ന സഹാബി ഒരു വക്ത് പോലും നിസ്കരിച്ചിട്ടില്ല, ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, ഒരു റുക്കൂ പോലും ചെയ്തിട്ടില്ല. ഒരു കൂട്ടത്തിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? ഈ 100 വർഷം ഇബാദത്ത് ചെയ്ത താബിയാണോ നബിന്റെ കൂടെ ഒരു നിമിഷം സഹാബിയ കഴിഞ്ഞ ആളാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു നിമിഷം സഹാബിയായി കഴിഞ്ഞ ആളാണ് 100 വർഷം ഇബാദത്തുകൾ ചെയ്ത താബിയിനേക്കാളും ശ്രേഷ്ഠൻ. അത് സ്വഹബത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹവാസത്തിന് അള്ളാഹു കൊടുക്കുന്ന ശ്രേഷ്ഠതയാണ്, അതിന് അള്ളാഹു കൊടുക്കുന്ന മഹത്വമാണ്. അപ്പൊ ആ സഹാബിമാരുടെ കാര്യത്തിൽ നമുക്ക് 2 അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് സഹാബിമാരെ പറ്റിയിട്ട് സംസാരിക്കാതെ അതാണ് ജിഹാദാണ്. കാരണം നിരന്തരമായിക്കൊണ്ട് സഹാബിമാർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ് ഈ സഹാബിമാരൊക്കെ ആക്രമിക്കപ്പെട്ടത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബി ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ വിമർശനം ആർക്കുണ്ടാവുക? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടാവുക. കാരണം ശത്രുക്കൾക്ക് ചിലപ്പോൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ആക്രമിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ആ പ്രമാണങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചെന്നവരെന്ത് ചെയ്യാ? ആക്രമിക്കുക, ഓരോ മോശമാക്കുക. ഓരോ മോശക്കാരാക്കിയാല് പിന്നെ ഓരോ നമുക്ക് എത്തിച്ചെന്ന ദീനും മോശമാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ ഒരാളാണ്. അപ്പൊ മുആവിയയെ മോശക്കാരനാക്കി, മുആവിയ അധികാരമോഹിയാണ്, അധികാരപ്രതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുആവിയ കൈമാറിയ വഹിയും മുആവിയ എഴുതിയ വഹിയും മോശമാണ്. അപ്പൊ സഹാബിമാര് ചീത്ത പറയുന്ന ഒരാൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഓരോ ലക്ഷ്യം സഹാബിമാരല്ല, ഓരോ ലക്ഷ്യം അബൂ ഹുറൈറയോ മുആവിയയോ അല്ല, അവർ ലക്ഷ്യം അബൂ സുഫിയാനല്ല, അവരുടെ ലക്ഷ്യം ദീനാണ്. സഹാബിമാരെ വിമർശിക്കുന്ന ഒരാൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അയാൾ ദീനിന്റെ ശത്രുവായിട്ട് വരും. കാരണം സഹാബിമാരോടുള്ള വെറുപ്പ് ദീനിനോടുള്ള വെറുപ്പാണ്. നമുക്ക് ദീൻ എത്തിച്ചിരുന്നവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാര്. നബി നമ്മളോട് നേരിട്ട് പറഞ്ഞല്ലോ, നബി നേരിട്ട് പറഞ്ഞത് കേട്ടവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാണ്. ആ സഹാബിമാർ നമുക്കും നബിക്കും ഇടയിലുള്ള കണ്ണികളാണ്. അപ്പൊ അവരൊരു നിലക്കും വിമർശിക്കാനോ ചീത്ത പറയാനോ അവരോടൊരു വെറുപ്പോ നമുക്കുണ്ടാകാൻ പാടില്ല. വഖുൽ ഖൈറ ഖൗലി ഫി സ്വഹാബത്തി കുല്ലിഹിം വലാ തഖ്തുആന തഈബു വതജ്റഹു. എല്ലാ സഹാബിമാരെ പറ്റിയിട്ട് നമ്മൾ നല്ല വാക്യം പറയാൻ പാടുള്ളൂ. ഒരാളെ പറ്റിയിട്ടും മോശമായിട്ടുള്ള ഒരു വാക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും അവസാനമായിട്ട് ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തിയിട്ട് അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സഹാബി വന്നു. മതസ്സാഅ, നബി എപ്പോഴാണ് ഖിയാമത്ത്, എപ്പോഴാണ് അന്ത്യസമയം? നബി ചോദിച്ചു, അമാ അദത്ത ലഹ. എന്തോ വലിയ ആവേശത്തില് ഖിയാമത്തിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. എന്താണ് ഇത് നീ ഒരുക്കിയിട്ടുള്ളത്? എന്താണ് നീ അതിന് തയ്യാറാക്കിയിട്ടുള്ളത്? ആ സഹാബി പറഞ്ഞു, അള്ളാഹുന്റെ റസൂൽ, എന്റെ കയ്യില് കുറെ നിസ്കാരമൊന്നുമില്ല, കുറെ ഇബാദത്തുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, വലാകിന്നി യുഹിബ്ബുല്ലാഹ വറസൂല, പക്ഷെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ കൂടെയാണ് നീ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അനസ് റളിയല്ലാഹു പറയാണ്,
അൻത മഅ മൻ അഹ്ബബ്ത എന്ന നബിന്റെ ആ വാക്കിനേക്കാളും ഞങ്ങളെ സന്തോഷിപ്പിച്ച വേറൊരു വാക്ക് ഉണ്ടായിട്ടില്ല. അബൂബക്കറിനെ പോലെയോ ഉമറിനെ പോലെയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ ഓരോടൊക്കെ ഞങ്ങൾക്ക് സ്നേഹമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അവരോടുള്ള സ്നേഹം കാരണം, ഇഷ്ടം കാരണം അവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ ചേരാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ്. ഒരു സഹാബിയോട് നമുക്ക് ദേഷ്യം ഉണ്ടാകരുത്. എല്ലാ സഹാബിയെയും നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക, അവർ നടന്ന വഴികളിലൂടെ നടക്കാൻ ശ്രമിക്കുക. അൻത മഅ മൻ അഹ്ബബ്ത എന്ന വാക്ക് നമുക്കും പ്രതീക്ഷ നൽകുന്ന വാക്കാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ കുറെ തിന്നാനും കുടിക്കാനും ആസ്വദിക്കാനുള്ള ഒരു സ്ഥലം മാത്രമല്ലല്ലോ. നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണാൻ കൊതിച്ച മനുഷ്യരെ കാണാനുള്ള ഒരു ഇടം കൂടിയാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. ഫിഹാ റസൂലുള്ള, ആ സ്വർഗത്തിൽ അള്ളാഹുന്റെ റസൂലുണ്ട്, അവിടെ അബൂബക്കർ ഉണ്ട്, ഉമർ ഉണ്ട്, അല്ലെ? ഓരൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് അവരോട് നമുക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ട്. നമ്മൾ ചരിത്രത്തിൽ വായിച്ചതും കേട്ടതും എത്ര സംഭവങ്ങളുണ്ട്. അതൊക്കെ നേരിട്ട് അനുഭവിച്ച ആൾക്കാരാണല്ലോ. ഓരോ ഫീലിംഗ് എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഹിജ്റക്കുള്ള അനുവാദം കിട്ടിയപ്പോ അബൂബക്കർ നിങ്ങൾ അനുഭവിച്ച സന്തോഷം എന്താ? നബിന്റെ കൂടെയുള്ള ഹിജ്റയിലെ അനുഭവങ്ങൾ എന്താ? അത് അബൂബക്കർ റളിയല്ലാഹു നേരിട്ട് പറയുന്ന ആലോചിച്ച് നോക്കി. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സമയത്ത് അനുഭവിച്ച ദുഃഖം, അതിന്റെ ആഴം എത്രയാണ്? ആ ഫീലിംഗ് ഉമർ റളിയല്ലാഹു നേരിട്ട് പറയുന്നത്. ഹാദിസത്തുൽ ഇഫ്കിന്റെ സമയത്ത്, വ്യഭിചാരോപണം നടന്ന സമയത്ത് നമ്മുടെ ഉമ്മ അനുഭവിച്ച വിഷമം, ആ വിഷമം ആയിഷ റളിയല്ലാഹു അൻഹ നേരിട്ട് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ മനുഷ്യന്മാർ ഒരുമിച്ച് ചേരുന്ന ഒരു ഇടം കൂടിയാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പണിയെടുക്കുക. അതിനുള്ള ഏറ്റവും നല്ല വിഭവങ്ങളിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും സ്നേഹിക്കുക എന്നുള്ളത്. നബി പറഞ്ഞ ഹദീസ് നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബിമാരെ ചീത്ത പറയരുത്. ഫലം അന്ന അഹദക്കും അൻഫക മിസ്ല ഉഹദിൻ ദഹബ, നിങ്ങളിൽ ഒരാൾ ഉഹദ് മലയുടെ അത്ര സ്വർണം ചെലവഴിച്ചാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, എന്റെ സഹാബിമാർ ചെലവഴിച്ച ഒരു മുദ്ദിന്റെ അത്ര വരൂല, അതിന്റെ പകുതി പോലും എത്തൂല. ആ സഹാബിമാരെ ഫോളോ ചെയ്യുക, ചാണിന് ചാണായിക്കൊണ്ട് മുഴത്തിന് മുഴമായിക്കൊണ്ട് അവർ നടന്ന വഴികളിലൂടെ നമ്മളും നടക്കുക. അള്ളാഹു നമ്മളെയും അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ.